ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മതിയായ കാരണമില്ലാതെയുള്ള അറസ്റ്റ് റദ്ദാക്കണമെന്നും ആവശ്യമുണ്ട്. അറസ്റ്റിന് മുൻപ് ചോദ്യം ചെയ്യലിനായി 6 തവണ ഹാജരായെന്നും പങ്കജ് ഭണ്ഡാരി പറയുന്നു. SIT നടപടികളും ഇന്ന് കോടതിയിൽ അറിയിക്കും. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇന്ന് ഈ പങ്കജ് ഭണ്ഡാരിയുടെ ഹർജി വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിനു മുൻപ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴൊക്കെ വന്നിട്ടുണ്ട് എന്നതാണ്. പക്ഷേ ഈ അവിടുന്ന് സ്വർണം കണ്ടെടുത്തു ED എന്നതടക്കമുള്ള വിവരങ്ങളൊക്കെ നിൽക്കുമ്പോൾ എന്തായിരിക്കും കോടതിയിൽ സംഭവിക്കുക? ശ്രീജ, അദ്ദേഹം പ്രധാനമായി ഉന്നയിക്കുന്നത് തന്നെ പ്രതി ചേർക്കണമെന്ന് റദ്ദാക്കണമെന്ന് ശക്തമായി തന്നെ ആവശ്യപ്പെടുകയാണ് പങ്കജ് ഭണ്ഡാരി. അതായത് ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നത് ആരോപിച്ചുകൊണ്ടാണ്. അതാണ് അദ്ദേഹം പ്രധാനമായിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ SIT തന്റെ സ്ഥാപനത്തിൽ നിന്ന് കണ്ടെത്തിയത് 109.234 ഗ്രാം സ്വർണം. അത് സ്വമേധയാ കൈമാറിയതാണെന്ന് അദ്ദേഹം പറയുന്നു. മുൻപ് ഏതാണ്ട് 6 തവണയാണ് അറസ്റ്റിന് മുൻപായിട്ട് തന്നെ ചോദ്യം ചെയ്യലും വിളിപ്പിച്ചിട്ടുള്ളത്. ഇതിലെല്ലാം തന്നെ താൻ ഹാജരായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നിയമവിരുദ്ധമാണ്, ഇത് സ്വമേധയാ കൈമാറിയ സ്വർണത്തിന്റെ പേരിലാണ് ഇപ്പോഴുള്ള തുടർ നടപടി എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. താൻ പലപ്പോഴും ആവശ്യപ്പെട്ട പ്രകാരം തന്നെ താൻ ഹാജരായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ നടപടികൾ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയും ചെയ്തത്. എന്നാൽ SITക്ക് ഇതിൽ മറിച്ച് ഉള്ള നിലപാട് തന്നെയാണ് SITക്കുള്ളത്. കാരണം ഇത്തരം ഒരു ഗൂഢാലോചന, ഈ സ്വർണ്ണ കൈമാറ്റം സംബന്ധിച്ചുള്ള ഒരു ഗൂഢാലോചനയിൽ കൃത്യമായൊരു പങ്ക് പങ്കജ് ഭണ്ഡാരിക്കുണ്ട്. പ്രത്യേകിച്ച് ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയുണ്ട് നാഗഗോവർദ്ധൻ എന്ന് പറയുന്നത്. അദ്ദേഹവും ഈ സ്മാർട്ട് ക്രിയേഷന്റെ CEO ആയ പങ്കജ് ഭണ്ഡാരിയുടെയും കൃത്യമായ ഗൂഢാലോചന കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് ഇവരുടെ ഒരു റിമാൻഡ് റിപ്പോർട്ടിലടക്കം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ പങ്കജ് ഭണ്ഡാരി 12ാം പ്രതിയാണ് ഈ കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായത്തോടെ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുകയും അവിടെ നിന്ന് സ്വർണം വേർതിരിച്ചെടുക്കുകയും ചെയ്തു. ഇതിൽ 109 ഗ്രാം സ്വർണമാണ് പണിക്കൂലിയായി പങ്കജ് ഭണ്ഡാരി എടുത്തതായിട്ട് ഈ SIT പറയുകയും ചെയ്തു. അപ്പോൾ കൃത്യമായ രീതിയിൽ ഇക്കാര്യങ്ങളിൽ പങ്കുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട് എന്നതെല്ലാമാണ് അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പറയുന്നത്. ഏതായാലും ഇരുവരുടെയും വാദങ്ങൾ ഹൈക്കോടതിക്ക് മുന്നിലെത്തും. എന്താണ് ഹൈക്കോടതി കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്നതാണ്. കാരണം ഈ കോടതി നടപടികൾ വളരെ കൃത്യമായും ശക്തമായും തന്നെയാണ് പലപ്പോഴും ഇക്കാര്യങ്ങളിൽ നിരീക്ഷണമായി വന്നിട്ടുള്ളത്. ഏതായാലും അത്തരം ഒരു ഇടപെടലുകൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകുമോ എന്നതാണ് നമ്മൾ അറിയേണ്ടത്. ഏതായാലും കോടതി ഇന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു അപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. ശ്രീജ, ശരി, വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.